ദിവസം എത്രയായി? 4ാമത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. യെസ്, 4ാമത്തെ ദിവസം നമ്മൾ ഡൽഹിയിലാണ്. ഡൽഹി കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ അത് കാരണം തന്നെ എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകും. അവൻ്റെ അടുത്തോട്ട് പോയിട്ട് അവനുമായിട്ടാണ് പോകാൻ പ്ലാൻ. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അവനുമായിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. നമ്മളിവിടെ നേരെ അവൻ സ്റ്റേ ചെയ്യുന്നിടത്ത് പോകും. അവൻ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് അവൻ പഞ്ചാബിലോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മൾ അവനെ കാണാൻ പോവാണ്. ബൈ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ അടിച്ചിരുന്നത്. നമ്മളിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി ഡൽഹിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഭയങ്കര പൊടിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഡൽഹി ഇതാണ് മലിനമാണെന്ന് പറയുന്നത്. പൊടി പൊല്യൂഷനിൽ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഡൽഹി. അപ്പോൾ നമ്മളിന്നലെ ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത്, കേൾക്കാൻ പറ്റുമെന്നറിയില്ല, നേരെ പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനല്ല, എയർപോർട്ടിന് അങ്ങോട്ടാണ്. എയർപോർട്ടിൻ്റെ അവിടെ നമുക്ക് മെട്രോ ഉണ്ട്. പിന്നെ മെട്രോ കാർഡ് എടുത്ത്, അതായത് നമുക്ക് വരുമ്പോൾ 1 ഡേ കാർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് അധികം ഇതില്ല, ഇത്ര രൂപയ്ക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാം. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിൽ പോയി ആ കാർഡ് എടുത്ത് യാത്ര ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ ബസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കാര്യം എയർപോർട്ട് റൂട്ടായതുകൊണ്ട് നല്ല തിരക്കുള്ള റോഡായിരുന്നു. നമുക്കിപ്പോൾ ബസ്സേ പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ റാപ്പിഡോ അടിക്കാൻ വേണ്ടിയായിരുന്നു. റാപ്പിഡോ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ബസ് നിറച്ച് ബസ് വരുന്നുണ്ട്. ഏത് ബസ്സാണ് നോക്കിയിട്ട് കയറിയാൽ മതി. ബസ് ഇതാണ്. എൻ്റെ പൊന്നാവ് ഒടുക്കത്തെ തിരക്ക്. ഇങ്ങോട്ട് ഈ ഒരു ബസ്സേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവിടെയൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഫസ്റ്റിലെ പേഴ്സും ഫോണൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ ബാഗിനകത്തൊക്കെ എല്ലാം ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ പോകാറുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും മത്തിക്കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ദ്വാരക സെക്ടർ 21 എന്നൊരു മെട്രോയാണ്. ആ മെട്രോയിലേക്ക് പോവുകയാണ്. അതിൻ്റെ എൻട്രി ഇവിടെയാണ്. നമുക്കൊരു കാർഡ് എടുക്കണം. ആ കാർഡ് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് സെക്ടർ 21 ദ്വാരക. ഇപ്പോൾ നമ്മളിവിടുന്ന് പിന്നെ ഈ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, മൊത്തം കണക്റ്റഡ് ആണ്. മൊത്തം കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പം ഇവിടുന്ന് നേരെ നമ്മൾ ഒരു സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് വീണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഈ റോഡ് കണക്കന്നെ ഇത് കണക്റ്റഡ് ആണ്. റോഡ് കണക്കന്നെ ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് സൗകര്യമാണ്. നമ്മളൊരു കാർഡ് എടുത്താൽ പിന്നെ സെർവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആ കാർഡ് എടുക്കണം. ടാക്സി വയ്യാവാര് വിളിയോട് വിളിയാ. ആ സ്റ്റേഷൻ്റെ അപ്പുറമാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല. വെരി സിമ്പിൾ. ഇതിൻ്റെ ബാലൻസ് ഇനി നോക്കണം. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് നോക്കണം. സംഭവം ഇതാണ് 1 ഡേ കാർഡ്. ഡൽഹി വരുന്നവർ ഇത് എടുക്കുവാണെങ്കിൽ അവർക്ക് ലാഭമായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ. നല്ല എക്സൈറ്റഡ് ആണ്. ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് മെട്രോ ആണ്, നമ്പർ 1 മെട്രോ ആണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ. ഇതെങ്ങോട്ടാണ്? നമുക്കിപ്പോൾ ഇതിൻ്റെ ഡൽഹി മെട്രോയുടെ ആപ്പുണ്ട്. നമുക്ക് ആപ്പുണ്ട്. വേറെ ആപ്പ് വഴി നമുക്ക് സ്ഥലങ്ങൾ നോക്കാണെന്നാണ് മെട്രോ. നമ്മുടെ അവിടെ കണക്കൊന്നുമില്ല. ചറവറ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാണ്. ഒരു മെട്രോ കണക്റ്റഡ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നില്ല. കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് സൗകര്യമാണ് പോയി വരാൻ. പിന്നെ ഡൽഹി എന്ന സ്ഥലത്ത് പകുതിയും ട്രാഫിക്ക് ഒന്നാമത് ട്രാഫിക്കാണ്. ഇതുള്ള കാരണം പിന്നെ അത്രയും കുറഞ്ഞു കിട്ടി. എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ അവിടെയും വരണം. കേരള മെട്രോ മൊത്തം കണക്റ്റ് ആയിരിക്കണം, സെറ്റപ്പ് ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ജനക്പുരി എന്ന് പറഞ്ഞാൽ ജനക്പുരി വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ട്രെയിൻ മാറി കയറണം. ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെട്രോ മാറി കയറണം. അപ്പം മെട്രോ മാറി കയറണം എങ്ങനെയാണ് നമുക്ക് നോക്കാം, കണ്ടറിയാം. ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ജസ്റ്റ് ലൈറ്റായിട്ട്. ഇപ്പം നിറച്ച് ഡൽഹി മെട്രോ യൂസ് ചെയ്യും. നമ്മുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നിറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കയറിയ സ്റ്റേഷൻ ഫസ്റ്റ് തുടങ്ങുന്ന സ്റ്റേഷൻ ആയതുകൊണ്ട് പിന്നിപ്പോൾ നിറച്ച ആളായിരുന്നു. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എന്നാൽ നമുക്ക് വേണ്ടി കോൾഡ് കോഫി ഉണ്ടാക്കുവാണ്. ബർഗർ റെഡിയായി, കോൾഡ് കോഫി ഉണ്ടാക്കി അതുകൂടെ കിട്ടി കുടിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി കഴിക്കാം. അവൻ്റെ അടുത്തോട്ട് പോകണം, ചേട്ടൻ്റെ അടുത്തോട്ട് പോകണം. പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതായത് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ബൊട്ടാണിക്കൽ ഗാർഡൻ ആ ഏരിയയിലോട്ട് ഇതിൻ്റെ സെക്ടറിലാണ് പോകേണ്ടത്. അപ്പോൾ അതേ കയറുക. അവൻ്റെ സ്റ്റേഷൻ്റെ പേര് സർദാർ അങ്ങനൊരു പേരാണ്. അവിടെ ഇറങ്ങണം. നമുക്ക് ബാക്കി പതിയെ ഓരോന്നൊക്കെ കാണാം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഡൽഹി കാണണമെന്ന് ആഗ്രഹമുള്ള വീഡിയോ ഉണ്ട്.
നമ്മളവിടുന്ന് അടുത്ത അവിടെ തന്നെ നമുക്ക് അടുത്ത പാളത്തിലേക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് മാറാം. അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ വരുവാണ്. ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പം നേരെ അടുത്ത് ഇറങ്ങുന്നത് നമ്മൾ പോകേണ്ട സ്ഥലത്ത് തന്നെയായിരിക്കും. കണക്റ്റഡ് ആണ്, മനസ്സിലായത്. പക്ഷേ അത് വിശദമായിട്ട് ഇവിടെ വന്ന് കണ്ടാലല്ലേ പറഞ്ഞു തരാൻ പറ്റും. ഇതിപ്പോൾ അടുത്ത സ്റ്റേഷനിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേഷൻ ഇൻ്റർ ക്രോസ് എന്ന് പറയും. കൃത്യം എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയാൽ നമുക്ക് കൃത്യം മനസ്സിലാവും. അതിപ്പം വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ മനസ്സിലാക്കി പോകാമെന്ന് സെറ്റപ്പേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് പിങ്ക് ലൈൻ, നമ്മൾ നേരത്തെ ബ്ലൂ ലൈൻ ആയിരുന്നു. ബ്ലൂ ലൈനിൽ നമ്മൾ അതിൻ്റെ ഇവിടുന്ന് ഒരു കുറച്ചും കൂടെ നടന്ന് പിങ്ക് ലൈനിലേക്ക് എത്തി. ഓരോ ലൈനും ഓരോ പേരാണ്. പിങ്ക് ലൈനിൽ വന്ന് ഇറങ്ങി നമുക്ക് വരേണ്ട സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങ് താഴോട്ട് പോയാൽ മതി. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അതായത് ഈ മെട്രോ സെറ്റപ്പിൽ നിന്ന് താഴോട്ടങ്ങ് ഇറങ്ങണം. അത് ഉറയ്ക്കേണ്ട വന്നില്ല. നമ്മൾ അടുത്ത ലൈനിൽ കയറി. അതിനുശേഷം നമ്മൾ ഈ മെട്രോയുടെ ലൈനിൽ നിന്നും, അതായത് ഇവരുടെ ഇതിൽ നിന്നും പുറത്തോട്ടിറങ്ങുമ്പോഴേ നമുക്ക് വീണ്ടും ഈ കാർഡോടെ ഉറയ്ക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മൾ ഇനി യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും ബാക്കി കാര്യങ്ങൾ. ഇപ്പം താഴെ പോകേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി. ഇപ്പം അവൻ്റെ അടുത്തോട്ട് പോകാം. അപ്പം നമ്മൾ മെട്രോയിൽ നിന്നും നേരെ അവൻ്റെ അടുത്തോട്ട് പോവാണ്. അവനോട് ആർമിയുടെ ക്യാമ്പ് ഇവിടെയാണ്. അങ്ങോട്ട് പോവാണ്. ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ ഇപ്പം അങ്ങോട്ട് പോവാണ്. ഒരു 50 രൂപ 4 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോവാം. അവനെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം. പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവൻ പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇത് അങ്ങൊന്ന് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അത് അവൻ്റെ അവിടുന്ന് വരുന്നുണ്ട്. അതാണ് എൻ്റെ ചേട്ടൻ. ഡൽഹി വന്നപ്പം ഡൽഹിയിൽ മഴയായി. ഇത്ര നാളിവിടെ വെയിലാണ്, ഇപ്പോൾ മഴയാണ്. മഴ കാരണം നമ്മൾ കുറച്ച് പോസിറ്റീവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടനെ കണ്ടിട്ട് നമ്മൾ പോവാണ്. അവന് വേറെ കുറച്ച് പരിപാടികളാണ്. അവൻ അങ്ങോട്ട് പോയി. ഞാനപ്പം കറങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ്. നമ്മളപ്പോൾ മഴയായതുകൊണ്ട് ഒരു ടിപ്പ് പിടിച്ച് നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷൻ, നമ്മുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയാണ്. ഇപ്പോൾ പാളം മെട്രോ എന്ന് പറഞ്ഞാൽ ഒരടുത്തൊരു മെട്രോ സ്റ്റേഷൻ, അങ്ങോട്ട് പോവുകയാണ്. മെട്രോ ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിൽ പോയി ബാഗ് വെച്ചിട്ട് ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചാണ്. ഇവിടെ അണ്ടർഗ്രൗണ്ട്, ഇവിടെ താഴെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ കൂടെ മെട്രോ, മേളിൽ കൂടെ മെട്രോ, അടിയിൽ കൂടെ ചെന്ന് മേളിൽ കൂടെ വരുന്നു, മേളിൽ കൂടെ വന്ന് താഴെ കൂടെ പോകുന്നു. മൊത്തം സെറ്റപ്പാണ്. നമ്മളിപ്പോൾ ആ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ മെട്രോ കാർഡ് എടുക്കണം. മെട്രോ കാർഡ് എടുത്ത് നേരെ വെക്കുക, കയറി പോവുക. ഇവിടെ ഫുട്ബോളൊക്കെ പിള്ളേർ കളിക്കും. പിള്ളേരില്ല, വേറെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ താഴെ ഇറങ്ങി നമ്മുടെ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ബാഗ് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ അത് നിറച്ച് വെയിറ്റാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിന് ആദ്യത്തെ ദിവസം നമ്മുടെ കുറച്ച് മഴ കൊണ്ടുപോയി. ഇപ്പം തന്നെ 2 മണിയായി. ഇനിയിപ്പോൾ ഇറങ്ങി വൈകിട്ട് വേഗം കഴിച്ചിട്ട് എല്ലാം കുറച്ച് സ്ഥലത്ത് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. നാളെ പിന്നെ ഒരു ദിവസം ഉള്ള കാരണം പിന്നെ അധികം സീനില്ല. ഇവിടെ മഴയാണ്. ഇപ്പം മഴയില്ല, നേരത്തെ മഴ ഉണ്ടായിരുന്നു. നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഡോർമെട്രി ആണില്ല. ഇത് തന്നെ ആയിരിക്കും. നമുക്കിവിടെ കയറി ചോദിച്ചു നോക്കാം. ഐ തിങ്ക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ബുക്കിംഗ് ടുഡേ നെയിം സഞ്ജയ് കുമാർ കിട്ടിയിരിക്കുന്ന ബെഡ്. താഴെ നമുക്ക് ലഗേജൊക്കെ പോവാം. നൈസ് സ്റ്റേ ആണ്. നമുക്ക് പ്രത്യേക സാധനമൊക്കെ ഉണ്ട്. മറ്റേ അവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പിന്നെ അവൻ കുറച്ച് ചോക്ലേറ്റ് തന്നായിരുന്നു. പിന്നെ അതും കഴിച്ചിട്ട് ഇനിയിപ്പോൾ പുറത്തോട്ടിറങ്ങാം. അമേരിക്കൻ ചോക്ലേറ്റാണ്. ഇറങ്ങി വരുമ്പോഴുള്ള സെറ്റപ്പൊക്കെയാണ്. ഇത് കണക്ക് നമ്മളവിടെയും ആ നെഹ്റു ട്രോഫി അവിടെ വല്ല സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റാണ്. ഒരു റൂമിൽ തന്നെ 4-5 പേർക്കും ഡോർമെട്രി. അത് നല്ല വൈബുള്ള ഡോർമെട്രി ആയിരിക്കണം. സേഫ്റ്റിയും കൊടുക്കണം. പൊളിയാകും. റാപ്പിഡ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡ വരുമെന്നാണ് കാണിക്കുന്നത്. ലൊക്കേഷൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതുവരെ വന്നില്ല. ഒരു കാര്യം
എൻട്രി ഫ്രീ ഒന്നും ഇല്ല, ഫീസൊന്നും ഇല്ല. നമുക്ക് കയറാൻ എന്നിട്ട് പതി അങ്ങ് നടക്കാം. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പം ലോട്ടസ് ടെമ്പിളാണ് ഫസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഇതൊക്കെ പണിത് അല്ലേ, ഇത്രയൊക്കെ പണിത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അത് ഈ ഡൽഹി എന്ന സ്ഥലം ഐ തിങ്ക് മെട്രോ സിറ്റി അല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയല്ലേ വരും. നമ്മുടെ ആലപ്പുഴയൊക്കെ എവിടെ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുന്നത് കേട്ടു, ആലപ്പുഴയൊക്കെ എന്താണ് ദാരിദ്ര്യമാണ്. എന്നാടേ ആലപ്പുഴക്കാർ അത്രയ്ക്കങ്ങ് ദാരിദ്ര്യമല്ല അല്ലേ. പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ദാരിദ്ര്യം മാറ്റുക. അപ്പം നമ്മൾ ലോട്ടസ് ടെമ്പിളിലോട്ട് നടക്കുവാണ്. അവിടെ എന്തോ മ്യൂസിക് പരിപാടിയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ കാണാം. ഇതൊക്കെ രാത്രിയിൽ ഉണ്ടാവാം. താമരയുടെ ഇതളും, ഇത് താമരയുടെ മറ്റേ അല്ല, ഇത് പച്ച ഇതളും, ഇത് മറ്റേ സാധനം. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ പുറത്തിറങ്ങി. നമ്മൾ കുറേ മിഠായി എന്നായിരുന്നു. മിഠായി എന്ന് പറഞ്ഞാൽ ഭയങ്കര തല ഇറങ്ങുന്ന പോലെ. അതുകൊണ്ട് ഒരു വെള്ളം കുടിക്കാമെന്ന് വെച്ച് അപ്പോൾ നമ്മളിവിടെ കടയിൽ, ഇതിൻ്റെ പുറത്ത് തന്നെ കുറേ കടയൊക്കെ ഉണ്ട്. ലോട്ടസ് ടെമ്പിളിൽ ഇത് ഹനുമാൻ നടന്നു പോയ വഴി അല്ല, മറ്റേ തന്നെ അതൊന്നുമല്ല. ഇത് ഓരോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇവരിട്ടിരിക്കുന്ന അടയാളമാണ്. ഇത് വയലറ്റ് റൂട്ടിലേക്ക് പോകുന്നത്, അത് പിങ്ക്, റോസ്, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തുണ്ട്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കൺഫ്യൂസ് അടിച്ച് വേറെ കയറി പോയില്ലല്ലോ. അതിന് വേണ്ടി നമ്മൾ അവിടുന്ന് ഇവിടെ വന്ന് ട്രെയിൻ കയറണം. ഇവിടെ നമ്മൾ കൃത്യം റോഡിൻ്റെ ഒപ്പം വന്നു. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വഴിയുള്ളതാണ് പിങ്ക് ലൈൻ. അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോൾ വന്നത് പിങ്ക് ലൈനിൽ കൂടെയാണ്. ഈ പിങ്ക് ലൈനാണ് ഇവിടെ എല്ലാ ലൈനുമായിട്ട്, അത് യെല്ലോ, റെഡ്, വയലറ്റ്, മഞ്ഞ, പച്ച എല്ലാമായിട്ട് കണക്ഷൻ ഉള്ളത് ഈ പിങ്ക് ലൈനാണ്. അത് ഇതിന് സർക്കുലേറ്റർ ലൈൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ ലൈനുമായിട്ട് ഇങ്ങനെ ചുറ്റി ഒരു റൗണ്ട് കണക്കാണ് കിടക്കുന്നത്, എല്ലാ ലൈനുമായിട്ടും. ഹുമയൂൺ ടോമിലേക്കാണ് പോകുന്നത്. നമുക്ക് ചെറിയ രീതിയിലൊരു വഴിയൊരു ഇത് വന്നു. കാര്യം നമ്മൾ അപ്പുറേ പോയി, പിന്നെ നമ്മൾ വേറൊരു ബൈക്ക് പിടിച്ചാണ് അത് ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. നമ്മൾ മറ്റേത് റാപ്പിഡ് ആണെങ്കിൽ ഇത് ലിഫ്റ്റ് അടിച്ച് നമ്മളിവിടെ പോകുന്നു. നമ്മളിപ്പം ഇങ്ങോട്ട് പോവാണ്. ഇത് ഹുമയൂൺ ടോമിൻ്റെ എന്തോ അടുത്ത് തന്നെയുള്ള പേര് ഞാൻ മറന്നുപോയി. ഹുമയൂൺ ടോമാണ് അപ്പുറം സ്ഥലം. നമുക്കിപ്പം ഇത് അന്ന് നമുക്ക് കണ്ടിട്ട് പോകാം. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഹുമയൂൺ ടോം. വരുമ്പോൾ തന്നെ ഈ സൈഡിൽ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരുന്നു ഹുമയൂൺ ടോം. ഇവിടെ ഇഷാ ടോം. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ പോകുന്നു. താജ്മഹലിൻ്റെ എന്താണ് അനിയൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഹുമയൂൺ ടോമും. അപ്പം കുറച്ച് നടക്കാനുണ്ട്. നടന്നവിടെ ചെല്ലട്ടെ. നമുക്കത് കാണാൻ പറ്റുമെന്നറിയില്ല. നമുക്കത് ഇവിടുന്ന് നമ്മൾ ലൈക്ക് താജ്മഹൽ അത് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഹുമയൂൺ ടോം എന്ന് പറയുന്നത്. ഹുമയൂൺ ടോം അപ്പോൾ എന്താണ് താജ്മഹലിന് കണക്ക് ഇവിടെ വേണം എന്തെങ്കിലും ഹുമയൂൺ അങ്ങനെ വിചാരിച്ചു. അത് എന്തോ ആണ് സംഭവം. ചരിത്രം അറിയാവുന്നവർ പറയുക. ഞാൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് പുറകോട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരിത് ഇല്ലേ, താജ്മഹൽ ഒരു സമയമില്ലേ.